കേരള കൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. മറുനാട്ടിലെ മലയാളി പ്രതിഭകളെ പരിചയപ്പെടുത്തുന്ന ഒപ്പമാണ് ഇനി. ഒപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീഗൾ ഇന്റർനാഷണൽ. ഒപ്പത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പൂനെ മലയാളികളുടെ അഭിമാന സ്തംഭമായ CMS കേരള ഭവനിലാണ്. ഇവിടുത്തെ ജീവനാഡിയായ പ്രസിഡന്റ് PV ഭാസ്കരൻ സാറാണ് നമ്മളിന്ന് ഒപ്പത്തിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം. PV ഭാസ്കരൻ 70കളുടെ തുടക്കത്തിൽ മോട്ടോർ വാഹന തൊഴിലാളിയായി എത്തിയ ഈ തൃശ്ശൂർക്കാരൻ ഇന്ന് പൂനെയിലെ മലയാളികളുടെ ഇടയിൽ സുസമ്മതനും അഭിമാനവുമാണ്. പഴയകാല നാടക പ്രവർത്തനങ്ങളുടെ ഭാഗമായി സമാജം പ്രവർത്തനങ്ങളിൽ ഇടപഴകേണ്ടി വന്ന ഭാസ്കരൻ പൂനെയിലെ ഏറ്റവും വലിയ മലയാളി കൂട്ടായ്മയായ ചിഞ്ചുവാട് മലയാളി സമാജത്തിൻ്റെ ജീവനാഡിയാണ്. ഒരു കാലത്ത് നിർജീവാവസ്ഥയിലായിരുന്ന സമാജത്തെ ഇന്ന് ഉന്നതിയിലെത്തിച്ചത് ഇദ്ദേഹത്തിൻ്റെ അക്ഷീണാന്ത പ്രവർത്തനങ്ങളാണ്. ജീവിതം സമാജത്തിനും മലയാളി കൂട്ടായ്മകൾക്കും വേണ്ടി ഒഴിഞ്ഞുവെച്ച ഈ തൃശ്ശൂർ സ്വദേശി സാഹിത്യമേഖലയിലും തൻ്റെ മികവ് തെളിയിച്ചിട്ടുണ്ട്. സമാജം പ്രസിഡന്റ് കൂടിയായ PV ഭാസ്കരൻ മറുനാട്ടിലെത്തി വിജയം കൈവരിച്ച തൻ്റെ വിജയപാതകൾ ഒപ്പത്തിലൂടെ ഓർത്തെടുക്കുന്നു. നമസ്കാരം. സോ ടെൽ മി സർ, പൂനെയിൽ ഏറ്റവും വലിയ മലയാളി സമാജമായ ചിഞ്ചുവാഡ് മലയാളി സമാജത്തിൻ്റെ പ്രസിഡന്റാണ് സർ. So let's go back to your life journey and let's know, how did you get into Pune? Because you're active by 44 years in this Pune, right? So let's start to know how did you started your career in this field? ഞാൻ വാസ്തവത്തിൽ മഹാരാഷ്ട്രയിൽ ആദ്യമായിട്ട് വരുന്നത് ബോംബെയിലാണ്. അത് 1969 ബോംബെയിൽ 4.5 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. അങ്ങനെ ജോലി ചെയ്തതിന് ശേഷമാണ് 1974 ഞാൻ പൂനെയിൽ വരുന്നത്. പൂനെയിൽ വന്നതിന് ശേഷം വന്നൊരു 6 മാസത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ചിഞ്ചുവാട് മലയാളി സമാജമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു. അന്ന് ഈ സംഘടനാ പ്രവർത്തനമൊന്നും ഇല്ലാണ്ട് അടഞ്ഞു കിടക്കുകയാണ്. ചെറിയൊരു മുറി 10 അടി സമചതുരമുള്ള ഒരു ചെറിയൊരു മുറിക്കുള്ളിൽ അതിന് 30 രൂപ വാടകയുണ്ടായിരുന്നു. ആ 30 രൂപ വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാതെ പ്രവർത്തനമൊന്നും ഇല്ലാണ്ട് അടച്ചുപൂട്ടി കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ പൂനെയിൽ വരുന്നതും ഈ സംഘടനയായിട്ട് ബന്ധപ്പെടുന്നതും. പിന്നീട് അന്നത്തെ ഞങ്ങളുടെ പോലെയുള്ള കുറച്ച് ചെറുപ്പക്കാർ കൂടി ഈ സംഘടനയെ ഒന്ന് പുനരുദ്ധാരണം ചെയ്ത് ആദ്യമായിട്ട് ലൈബ്രറി, അന്ന് ചെറിയൊരു ലൈബ്രറി മുന്നേ ഉണ്ടായിരുന്നു. 1966 അത് ആരംഭിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് മുന്നേ വന്നിട്ടുള്ള ആളുകൾ അതെന്തോ കാരണവശാലും അങ്ങനെ നിർജീവമായെങ്കിലും 74 ഞങ്ങളെല്ലാവരും കൂടി അതിനൊരു പുനരുദ്ധാരണം നടത്തിയിട്ട് ആദ്യമായിട്ട് ലൈബ്രറി പ്രവർത്തനങ്ങൾ തുടങ്ങി. അപ്പോൾ അന്ന് എന്താ വിചാരിച്ചാൽ നമ്മുടെ മലയാളികൾക്ക്, പ്രത്യേകിച്ച് മറുനാട്ടിലുള്ള മലയാളികൾക്ക്, ഇവിടെയുള്ള മലയാളികൾക്ക് നേരം പോക്കിനായിട്ട് മറ്റു ഉപാധികളൊന്നുമില്ല. TV ഇല്ല, മറ്റ് പരിപാടികൾ കൂടുതലില്ല. അപ്പോൾ പ്രധാനമായിട്ടും അവർ നേരം പോക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ പുസ്തകങ്ങൾ കൊണ്ടുപോയി വായിക്കുക, അതൊക്കെയാണ്. മലയാള പത്രങ്ങൾ തന്നെ അന്ന് വന്നിരുന്നത് 3-ാം ദിവസമാണ്. നാട്ടിൽ പ്രിൻ്റ് ചെയ്തിട്ട് 3-ാം ദിവസമാണ് ഇവിടേക്ക് എത്തുക. അപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ടുള്ള വാർത്തകൾ അതിൽ വായിക്കാൻ കിട്ടുക. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. പണ്ട് ഈ നാടകങ്ങളും സമാജങ്ങളും ഒരു കണക്ഷൻ ഉണ്ടായിരുന്നല്ലോ. ദേ യൂസ് ടു ഹാവ് എ മിംഗിൾ അപ്പ്. അപ്പം ഈ നാടക പ്രവർത്തനങ്ങളും സമാജങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു? അതിൻ്റെ കാരണം എന്താ വിചാരിച്ചാൽ അന്നത്തെ ചെറുപ്പക്കാർ, നാട് വിട്ടു വന്നിട്ടുള്ള പല ചെറുപ്പക്കാരും നാട്ടിൽ കലാസമിതിയിൽ അഭിനയിച്ചിട്ട്, സ്കൂൾ നാടകങ്ങളിൽ അഭിനയിച്ചിട്ട് ഈ കലാപരമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളെല്ലാം പകുതി അവിടെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് പോന്ന് ഇവിടെ എന്തെങ്കിലും ജോലികൾ ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇനി എങ്ങനെ നമുക്ക് ഈ പ്രവർത്തനങ്ങളിലേക്കൊക്കെ ഒന്ന് തിരിച്ചു പോവാം എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ട് ആൾക്കാർക്ക് അന്ന് നാടകത്തിനോടാണ് താല്പര്യം. അങ്ങനെ കുറേ ആളുകൾ കൂടിയിട്ട് നാടകത്തിന് വേണ്ടിയിട്ട് വേദി ഒരുക്കുക, നാടകം അഭിനയിക്കുക. അന്ന് ഓണപ്പരിപാടിയല്ല, കൂടുതലും വാർഷിക പരിപാടിയാണ്, സമാജങ്ങളുടെ വാർഷികം. അപ്പോൾ ഓരോ വാർഷികം വരുമ്പോഴും അതിനോടനുബന്ധിച്ച് കായിക മത്സരം, കലാമത്സരം, നാടകം, പ്രധാനമായിട്ടുള്ളൊരു പരിപാടി ഒരു നാടകം അല്ലെങ്കിൽ ഒരു ഗാനമേള.
അപ്പോൾ ഈ നാടക പ്രവർത്തനങ്ങൾ സമാജം പ്രവർത്തനങ്ങളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് അല്ലേ? നാടക മാസത്തിൽ തുടക്കം ഞാൻ സ്കൂളിലാണ്. സ്കൂൾ സമയത്താണ് നാടകം തുടങ്ങിയത്. അന്ന് ഈ യുവജനോത്സവമൊക്കെ നടക്കുമ്പോൾ അതിലാദ്യമായിട്ട് നാടകത്തിൽ സ്റ്റേജിൽ കയറിയത്. അതിലാദ്യത്തെ നാടകത്തിൽ തന്നെ നല്ല തിരക്കില്ലാണ്ടൊരു അഭിപ്രായം കിട്ടി. അത് കഴിഞ്ഞ് സ്കൂളിൽ പഠിപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നാട്ടിൽ അന്ന് ഈ കലാസമിതി എന്നാണ് പറയുക. അന്ന് ഓരോ നാടകം ഇതിനൊക്കെ അഭിരുചിയുള്ള ആൾക്കാരൊക്കെ കൂടി ഒത്തുചേർന്നിട്ട് കലാസമിതി തുടങ്ങുക. ആ കലാസമിതിയുടെ പേരിൽ നാടകം അവതരിപ്പിക്കുക. അവിടെ നിന്നാണ് എൻ്റെ തുടക്കം. ഇവിടെ വന്നതിന് ശേഷം 10ാം വാർഷികത്തിന് ഒരു നാടകം അവതരിപ്പിച്ചു. അതിൽ പ്രധാന കഥാപാത്രം ഞാൻ തന്നെയാണ് അവതരിപ്പിച്ചിരുന്നത്, മുഹമ്മദ് പുഴക്കരയുടെ പർവ്വസന്ധി എന്നുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ അഭിനയിച്ചത് ഈ വൈക്കം തങ്കം എൻ്റെ സഹോദരിയായിട്ട് അഭിനയിച്ചത്. നല്ല കഴിവുള്ളൊരു നടിയാണ്. ആ നാടകത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ തിയേറ്റർ തുടങ്ങാൻ കാരണം. പിന്നീട് നടന്ന എല്ലാ നാടകങ്ങളും CMS തിയേറ്റേഴ്സിൻ്റെ പേരിലാണ് നടത്തിയത്. അത് അങ്ങനെ ഇവിടുത്തെ ഒരു നാടക പ്രവർത്തനം അങ്ങനെ വാർഷിക പരിപാടിയായിട്ട് കുറേ നാടകങ്ങളിൽ കൂടിയിട്ട് അങ്ങനെ തുടർന്നു പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾ ഇപ്പോൾ സമാജം പ്രവർത്തനങ്ങളൊക്കെ ആക്റ്റീവ് അല്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് അവരെ ആ ഒരു ഇതിൽ ആക്റ്റീവ് ആക്കാൻ നമുക്ക് പറ്റുന്നത്? ഇപ്പോൾ യുവ തലമുറേനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്ന ഒരു കാലഘട്ടമല്ല ഇപ്പോഴത്തെ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലുള്ള അനുഭവങ്ങളല്ല ഇപ്പോഴത്തെ അനുഭവങ്ങൾ. അന്ന് ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ട്, ചുരുങ്ങിയ ശമ്പളത്തിന് ജോലി ചെയ്തുകൊണ്ട്, ഞങ്ങൾ സമയം കണ്ടെത്തിക്കൊണ്ട് ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് സാമ്പത്തികമായിട്ട് വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇന്ന് ചുരുങ്ങിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവർ ആരുമില്ല. അന്ന് 4 അക്ക ശമ്പളം എന്ന് പറഞ്ഞാൽ വലിയ ശമ്പളമാണ്. ഇന്ന് 7 അക്ക ശമ്പളമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഇന്നത്തെ തലമുറ. ലക്ഷങ്ങളാണ് ഇന്ന് അവരുടെ സാലറി എന്ന് പറയുമ്പോൾ അവർ ലക്ഷങ്ങളുടെ കണക്കാണ് പറയുന്നത്. ആനുവൽ സാലറി എന്ന് പറയുമ്പോൾ അവർ ലക്ഷങ്ങളുടെ കണക്കാണ് പറയുന്നത്. പക്ഷേ സംഭവിച്ചെന്താ വെച്ചാൽ അവർക്ക് ഇതിനുള്ള സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇവിടുത്തെ പുതുതലമുറയും സമാജങ്ങളെയും എങ്ങനെയാണ് ബന്ധപ്പെടുത്തുന്നത്? ഇപ്പോൾ ഇങ്ങനൊരു അവസ്ഥ കണ്ടുകൊണ്ടാണ് ഇപ്പം ഞങ്ങളിവിടെ ആദ്യം ലൈഫ് മെമ്പേഴ്സ്, ആജീവനാന്ത അംഗം എന്ന് പറഞ്ഞിട്ട് കുറേ അംഗങ്ങളാണ് ഇതിലുണ്ടായിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ അസോസിയേറ്റ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് അത് ഈ പുതിയ തലമുറേനെ മാത്രം കണ്ടുകൊണ്ട് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ തന്നെ അവരെയും ചേർത്തി പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. അവർക്കൊരു പരിചയം, ഒരു ട്രെയിനിങ് മാതിരി തന്നെ അവർക്ക് കൊടുക്കുക. അപ്പോൾ ഓരോ പ്രവർത്തനങ്ങളിലും അവരെ ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ അവർക്ക് കുറച്ചൊരു പരിചയം വരും. ഒപ്പം ഇവർക്ക് ഒരു ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ ഇപ്പോൾ ഇടയ്ക്ക് നല്ല നല്ല സ്പീച്ച് പ്രഭാഷണമൊക്കെ നടത്തുന്ന ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഈ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് ബോധവൽക്കരണത്തിന് വേണ്ടി നല്ല നല്ല ക്യാമ്പുകളും സെമിനാറുകളും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അതെന്തിനാ വിചാരിച്ചാൽ ഇവരെ ഈ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്, ആകർഷിപ്പിക്കാൻ വേണ്ടിയാണ്. പിന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ചില പ്രവർത്തനങ്ങൾ ഞങ്ങളിപ്പോൾ കണ്ടെത്തി നടപ്പിൽ വരുത്തുകയാണ്. കാരണം ഇപ്പം ഞങ്ങൾ അന്നത്തെ ഞങ്ങളുടെ ഒരു ആവശ്യം നാടകമായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ തലമുറയുടെ ആവശ്യം നാടകമല്ല. അപ്പം അവർക്ക് എന്തിലാണ് താല്പര്യം എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ട് അത് ഞങ്ങൾ നടപ്പിലാക്കാൻ നോക്കുകയാണ് നമ്മളുടെ പ്രവർത്തനങ്ങളിൽ. എന്നാലേ അവരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ, അവരെ ആകർഷിക്കാൻ പറ്റുള്ളൂ. അപ്പം ആക്ച്വലി ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ യൂത്ത് വിങ്സിന് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ലേഡീസ് വിങ്സ്, പിന്നെ കുറേ ഹോസ്പിറ്റാലിറ്റി, ഇതൊക്കെ കുറേ നോളജ് ഉണ്ടാവുമല്ലോ സാറിന്. അതുകൊണ്ട് ചോദിക്കുന്നതാണ്, എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ സാർ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായിരിക്കും ആ ചേഞ്ചസ്? പ്രധാനമായിട്ടും മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നത് പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പുതിയ തലമുറേനെ എങ്ങനെ നമുക്ക് ഈ പ്രവർത്തനധാരയിലേക്ക് ഈ മുഖ്യധാര പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. തടസ്സങ്ങൾ പലതും ഉണ്ടാവും, ന്യായങ്ങൾ പലതും ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടായാലും എങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് അത് വളരെ ഒരു പ്രധാന വിഷയമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ, വിവാഹ ജീവിതത്തിൽ, മറ്റുള്ള എല്ലാ ഇടങ്ങളിലും ഇത് സംഭവിക്കുന്നുണ്ട്. അത് പലരും ഇരിക്കുന്നത് നമ്മുടെ സ്വന്തം കാര്യം. അപ്പോൾ അവിടെ സ്വാർത്ഥത കൂടി വരികയാണ്. അതൊക്കെ വിട്ട് നമ്മളൊരു സാമൂഹ്യ ജീവിയായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം വളരെ ആവശ്യമാണ്. അപ്പോൾ ഒരു സാമൂഹ്യ ജീവിയായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അടിത്തറ, അതിൻ്റെ ഒരു പ്രാരംഭം, പ്രാഥമികമായിട്ടുള്ള പ്രവർത്തനങ്ങളും പ്രചോദനവും സാമൂഹ്യ സംഘടനകളിൽ നിന്ന് തന്നെ കിട്ടണം. അപ്പോൾ ഇവിടെ സാമൂഹ്യ സംഘടനയുടെ പ്രവർത്തകർക്ക് ഇതൊരു വെല്ലുവിളിയാണ്, ഈ ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത്.
നമ്മുടെ ഒരു തലമുറയിൽ, ഭാവി തലമുറയിൽ ഒരു സാമൂഹ്യ ബോധം ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മളിന്ന് നമ്മുടെ മാതൃഭാഷയിൽ നിന്നകന്നു പോകുന്നു, നമ്മുടെ സംസ്കാരത്തിൽ നിന്നകന്നു പോകുന്നു, നമ്മുടെ ആചാരങ്ങളിൽ നിന്നകന്നു പോകുന്നു, നമ്മുടെ അനുഷ്ഠാനങ്ങളിൽ നിന്നകന്നു പോകുന്നു. ഇതെല്ലാം അകന്നു പോകുമ്പോൾ നാളെ നമുക്ക് മറുനാട്ടിൽ ഒരു മലയാളി അവശേഷിക്കുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ ചിലപ്പം വന്നെന്നിരിക്കും. കാരണം വേരുകളൊക്കെ ഇവിടെ ഉറച്ചു കിടക്കുകയാണ്. സർ ഇപ്പോൾ പറയണ്ട ഈ മലയാളി കുട്ടികൾ ശരിക്കും അവരുടെ മലയാളത്തിനുള്ളൊരു വേര് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പം ഈയിടെയായിട്ടൊരു സർ ഒരു മൂവി ചെയ്തു, സ്ക്രീൻ പ്ലേ വേരുകൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും ഇത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഡിഡ് ഇറ്റ് ഇൻഫ്ലുവൻസസ് മൂവി? ഈ വേരുകൾ എന്നുള്ള സിനിമ പിടിക്കാനുള്ളൊരു പ്രധാന കാരണം ഇന്നത്തെ ഈ സാഹചര്യമാണ്. അതിൻ്റെ പ്രധാന പ്രമേയം തന്നെ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, 50 വർഷം മുൻപ് മറുനാട്ടിൽ വന്ന് പൂനെയിൽ വന്ന് ജീവിച്ച് വന്ന ഒരു കുടുംബം, ഒരു ചെറുപ്പക്കാരൻ വന്നു, അദ്ദേഹം ഇവിടെ ജോലി സമ്പാദിച്ചു, പിന്നീട് വിവാഹം കഴിഞ്ഞു, മക്കളായി, അങ്ങനെയുള്ള ഒരു 2 കാലഘട്ടം, 2 ഇതിൻ്റെ തലമുറയുടെ കഥയാണ് അതിൽ വന്നിരിക്കുന്നത്. അത് പ്രധാനമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള പ്രചോദനം എന്താണെന്ന് വിചാരിച്ചാൽ, പല വീടുകളിലും മലയാളി കുട്ടികൾ മലയാളികളല്ലാത്ത മറ്റു ഭാഷക്കാരെ വിവാഹം ചെയ്യുന്ന ഒരവസ്ഥയും, തെറ്റെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. നമുക്കിപ്പോൾ സ്നേഹത്തിന് അങ്ങനെ അതിർവരമ്പുകളൊന്നുമില്ല, ഭാഷയുടെ അതിർവരമ്പുകളൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ ഇതിൽ പലതും ഈ മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് സംഭവിക്കുമ്പോഴാണ് അത് നമുക്കൊരു വിഷമം തോന്നുന്നത്. അപ്പോൾ പല മാതാപിതാക്കളുടെയും കണ്ണീര് കാണേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അതാണ് അതിൽ പ്രതികരിച്ചിട്ടുള്ളത്, കഥയിൽ കൂടി കാണിച്ചിട്ടുള്ളത്. ജാതി മത സംഘടനകളുടെ ഈ കടന്നുകയറ്റം സമാജം പ്രവർത്തനങ്ങളെ എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? ഞങ്ങൾ വന്ന് തുടങ്ങിയൊരു കാലം, വേറെ രണ്ടാമത് പ്രധാനമായിട്ടൊരു മാറ്റം ഈ മലയാളി സമാജങ്ങളിൽ വന്നിട്ടൊരു അപജയത്തിനെയും പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ കാലഘട്ടത്തിൽ നമുക്ക് ഒരേ ഒരു വികാരം ഉണ്ടായിരുന്നല്ലോ, മലയാളി എന്നുള്ളൊരു വികാരം, ഒരു മേൽവിലാസം. നാടുവില്ല ഒരു ചൊല്ലുണ്ട്, അതായത് ആർക്കോണം കഴിഞ്ഞാൽ എല്ലാവരും നായന്മാർ എന്ന് പറഞ്ഞമാരില്ലേ, അങ്ങനെ ഒരു ചൊല്ലാണത്. പക്ഷേ ആ നായർ എന്നുള്ളൊരിത് വാക്ക് മാറ്റിയാൽ എല്ലാവരും മലയാളികൾ ഒറ്റക്കെട്ടാണ്. അതൊരു പ്രോവർബായിട്ട് അങ്ങനെ ഉപയോഗിച്ചെന്നുള്ളൂ, വേറൊരു ചിന്തയില്ല. ആർക്കോണം അങ്ങ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം ഒരു മേൽവിലാസമേ ഉള്ളൂ നമുക്ക്. പക്ഷെ ആ ഒരു ഇത് മാറിയിട്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൊരിത് എന്താ വിചാരിച്ചാൽ, മലയാളികൾ പല തട്ടുകളിലായിട്ട് വിഭജിക്കപ്പെട്ടു കഴിഞ്ഞു. വിഭജിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അവരെ കുറ്റം പറയല്ല ഞാൻ, അത് ഒരു പക്ഷേ ചിലപ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും അതിൻ്റെ ഒരു ആകത്തുക സംഭവിച്ചത് എന്താണെന്ന് വിചാരിച്ചാൽ, മലയാളികൾ വിഘടിക്കപ്പെട്ടു എന്നുള്ളതാണ്, അല്ലെങ്കിൽ വിഭജിക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് ജാതിയുടെ അടിസ്ഥാനത്തിൽ, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മറ്റ് ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഈ പല സംഘടനകൾ, എത്ര സംഘടനകൾ വന്നാലും അതിപ്പോൾ മലയാളി സംഘടനകൾക്ക് അല്ലെങ്കിൽ മലയാളി സമാജങ്ങൾക്ക് അതൊരു ഭീഷണിയൊന്നുമല്ല. കാരണം ഈ എത്ര സംഘടനകൾ വന്നാലും അവരുടെയൊക്കെ തറവാട് മലയാളി സമാജങ്ങളാണ്. സർ, ശരിക്കും പറഞ്ഞാൽ 40 lakhs മലയാളികൾ പൂനെയിലും മുംബൈയിലായിട്ടുണ്ട്, നമ്മുടെ മഹാരാഷ്ട്രയിൽ. അപ്പം എന്തുകൊണ്ടാണ് മലയാളികൾ ഒരു സ്ട്രെങ്ത് ആയിട്ട് മാറാത്തത് മഹാരാഷ്ട്രയിൽ? വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ ചിന്താഗതികൾ എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത്. ഇവിടെ ഇലക്ഷൻ നടക്കുന്നുണ്ട്. ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ മലയാളികളും മലയാളി പ്രസ്ഥാനങ്ങളെയും അവർ സമീപിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ശക്തി തെളിയിക്കാൻ വാസ്തവത്തിൽ നമുക്ക് പലപ്പോഴും പറ്റാറില്ല. അതിൻ്റെ പ്രധാന കാരണം എന്താ വിചാരിച്ചാൽ, എത്രയൊക്കെ ഇതായാലും നമ്മളിവിടെ ഒരു ന്യൂനപക്ഷമാണ്. മലയാളി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ന്യൂനപക്ഷമാണ്. ഈ ന്യൂനപക്ഷത്തിനെ ഈ പല വിഭാഗങ്ങളിലായിട്ട് കെടുക്കുമ്പോൾ ഒരിക്കലും നമ്മളൊരു വോട്ട് ബാങ്ക് എന്നുള്ളത് അവകാശപ്പെടാൻ പറ്റില്ല നമുക്ക്. കാരണം അവർക്കറിയാം, ഇപ്പോൾ മലയാളി സമാജത്തിനെ സമീപിച്ചു, അവിടുന്ന് അവർക്ക് തൃപ്തികരമായിട്ടുള്ളൊരു സംവിധാനമല്ല കിട്ടിയത് എന്ന് വിചാരിച്ചാൽ വേറെ സംഘടനയുണ്ട്, ആ സംഘടനയുടെ പ്രധാന ഒരാളെ പോയി കണ്ടാലും മതി, കാര്യം നടക്കും എന്നുള്ളത് അവർക്ക് തോന്നുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം മലയാളി എന്നുള്ളൊരു മേൽവിലാസത്തിൽ അല്ലെങ്കിൽ മലയാളികളുടെ ഒരു വോട്ട് ബാങ്ക് എന്നുള്ളൊരു ഇത് കൺസെപ്റ്റ് അവിടെ വരുന്നില്ല. മനസ്സിലായ? അവർക്ക് വേണമെങ്കിൽ ഏത് സംഘടനയും അവർക്ക് സമീപിക്കാം, ഏത് സംഘടനയ്ക്കും അവരുടേതായിട്ടുള്ള നിലപാട്, രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാം. അങ്ങനെ വരുമ്പോഴും മലയാളി സമാജങ്ങൾ അപ്പോഴും പുറകിലാണ്. കാരണം എന്താ വെച്ചാൽ മലയാളി സമാജങ്ങൾ പലതിനും രാഷ്ട്രീയമില്ല.
ജാതിയില്ല, മതമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ മലയാളി സമാജങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു വിധത്തിലും മറ്റുള്ളവർക്കൊരു അപകടകരമായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ അവർക്കൊരു അതൃപ്തി വരുന്ന വിധത്തിലോ ആയിരിക്കരുത് എന്നുള്ളത് നിർബന്ധമുണ്ട്. ഒരു ജാതിക്കോ ഒരു മതത്തിനോ ഒരു രാഷ്ട്രീയ താല്പര്യത്തിനോ വിരുദ്ധമാകരുത് മലയാളി സംഘടനകളുടെ തീരുമാനങ്ങൾ. അപ്പം അങ്ങനെ വരുമ്പോൾ മലയാളി സംഘടനകൾ പലപ്പോഴും ഒരു സാമൂഹ്യ സംഘടന എന്നുള്ള നിലയ്ക്ക് ഉറച്ചു നിൽക്കുകയും രാഷ്ട്രീയ നിലപാടുകളിൽ നിന്ന് അകന്നു നിൽക്കുന്നതായിട്ടൊരു സാഹചര്യം ഉണ്ടാവും. ഇപ്പം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പല സന്ദർഭങ്ങളിൽ ഞങ്ങൾ പരസ്യമായിട്ട് ഒരു ഇലക്ഷനിലും ഇറങ്ങാറ് തന്നെയില്ല. സാറിൻ്റെ മലയാളി സമാജത്തിൻ്റെ കുറിച്ചും നാടകരംഗത്തിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മളെ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് യുവർ ഫാമിലി. നാട്ടിലെവിടെയായിരുന്നു എല്ലാം കാര്യങ്ങൾ? ചെറുപ്പകാലം പറഞ്ഞാൽ അത്ര സുഖമുള്ളൊരു ചെറുപ്പകാലമൊന്നും അല്ലായിരുന്നു. സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചു. മുഴുപട്ടിണി അല്ലെങ്കിലും കുറേയൊക്കെ പട്ടിണി കിടന്നിട്ടും കഷ്ടപ്പെട്ടിട്ടും അങ്ങനെ വളർന്നു വന്നത്. അച്ഛന് 6 മക്കൾ, 2 പെണ്ണ് 4 ആണ്, ഞാൻ 3-ാമത്തെ ആൾ. എനിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റിയില്ല. 10ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യെ കിട്ടിയപ്പോൾ തന്നെ ഞാൻ നാട് വിട്ടു മദ്രാസിലേക്ക്. അവിടെ കുറേ നാൾ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മഹാരാഷ്ട്രയിലേക്ക് വരുന്നത്. അപ്പോൾ നാട്ടിൽ ആരൊക്കെ ഉണ്ട്? ഇന്നിപ്പോൾ നാട്ടിൽ അച്ഛനമ്മയൊക്കെ മരിച്ചു. ഒരു സഹോദരനും കുടുംബം നാട്ടിലുണ്ട്. പിന്നെ എൻ്റെ ഒരു സഹോദരൻ പൂനെയിൽ തന്നെയുണ്ട്. കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളും ഒക്കെ ആയിട്ട് അവരിവിടെ തന്നെ കുടുംബസമേതം ഇവിടെയുണ്ട്. വേറൊരു അനുജൻ ഇന്ത്യൻ നേവിയിലായിരുന്നു, അവിടുന്ന് റിട്ടയറായി. ഇപ്പോൾ റെയിൽവേയിലാണ്, മധ്യപ്രദേശിലാണ്. അദ്ദേഹം വിവാഹം ചെയ്തിട്ടില്ല. വീട്ടിലിപ്പോൾ ഒരു സഹോദരി മാത്രമാണ്. ആ സഹോദരി വിവാഹം ചെയ്തിട്ടില്ല. ഞാനും വിവാഹം ചെയ്തിട്ടില്ല. അപ്പം എന്നെ കണ്ടുകൊണ്ടാണ് അവരും വിവാഹം ചെയ്യാതെ നിൽക്കണമെന്ന് തോന്നണു. അപ്പോൾ ഇത്ര ബിസി ഷെഡ്യൂളിൽ വർക്ക് ചെയ്യുന്ന കാരണമാണോ സാറ് കല്യാണം കഴിക്കാണ്ടിരുന്നത്? വിവാഹം ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതൊരു ഒറ്റ വാക്കിൽ മറുപടി പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ പല കാരണങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. അപ്പം ഇതെല്ലാം കൂടി പറഞ്ഞു തീർക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ എല്ലാ അർത്ഥത്തിലും നോക്കിയപ്പോൾ വിവാഹം ചെയ്യാതെ ജീവിക്കുന്നതാണ് നല്ലതെന്നൊരു തോന്നൽ, അത്രേ പറയാൻ പറ്റുള്ളൂ. സാർ, ഇപ്പോഴത്തെ യങ് ജനറേഷൻ കുട്ടികളോട് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ടോ സാർ? ഇപ്പോഴത്തെ പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ നമ്മൾ വാസ്തവത്തിൽ അവരെ കണ്ട് പഠിക്കേണ്ട ഒരു അവസ്ഥയാണ്. എങ്കിലും ചില കാര്യങ്ങളിൽ നമുക്ക് അവരോട് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പ്രത്യേകിച്ച് അച്ഛനമ്മമാരെ സംരക്ഷിക്കുക. സോ താങ്ക് യു സാർ. ഒരുപാട് സന്തോഷം സാറിൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചതിൽ. ആൻഡ് വി ആർ വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ഹാവിങ് യു ഇൻ ദിസ് ഷോ. Thank you so much once again. Now let's wind up this episode. So let's see you in the next episode. Till then, bye, take care, and this is Shruti signing off. ഒപ്പം നിങ്ങൾക്കായി സമർപ്പിച്ചത് സീഗൾ ഇന്റർനാഷണൽ.